മാൻപേടയുറങ്ങണ തോണി മന്ദാരത്തോണി പാൽക്കടലാകെ പൊൻവല വീശണ പഞ്ചമിത്തോണി തുഴയണ തോണി മുല്ലപ്പൂന്തോണി അക്കരെ ഇക്കരെ ഓടി നടക്കണൊരമ്പിളിത്തോണി ആകാശപ്പൊയ്കയിലുണ്ടൊരു പൊന്നും തോണി അക്കരയ്ക്കോ ഇക്കരയ്ക്കോ പൊന്മുകിലോലപ്പായ കെട്ടിയ പൊന്നും തോണി ആകാശപ്പൊയ്കയിലുണ്ടൊരു പൊന്നും തോണി അക്കരയ്ക്കോ ഇക്കരയ്ക്കോ പൊന്മുകിലോലപ്പായ കെട്ടിയ പൊന്നും തോണി. ഗൗരിക്കുട്ടി ഗൗരിയെ പോലെ തന്നെ ക്യൂട്ടായിട്ട് പാടി. ഓക്കെ, സാറ് നന്നായിട്ട് തന്നെ സപ്പോർട്ട് ചെയ്തു. താങ്ക് യു. ഓക്കെ, നമുക്ക് നമ്മുടെ ചേട്ടനെ ചേച്ചിമാരെ ചോദിക്കാം. ഓക്കെ, ആരത്തെ ചോദിക്കണം? വിവേകേട്ട. പറയൂ വിവേകേട്ട. നല്ല തല്ലാണ് ആദ്യം തരാൻ പോകുന്നത്. ആ മൈക്ക് അടുപ്പിച്ച് വെച്ച് പാടണമെന്ന് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എന്താ പാടാത്ത മൈക്ക് അടുപ്പിച്ച് വെച്ച്? അതുപോലെ നിഷാദേട്ടൻ പാടുമ്പോഴും പാട്ട് കഴിഞ്ഞാൽ മൈക്ക് ഇങ്ങനെ എടുക്കരുത്, അവിടെ തന്നെ വെച്ചേക്കണം. ചിലപ്പോ അടുത്ത് എപ്പോഴാണ് വരുന്നത് അത് അനുസരിച്ച് അത് പാടി കഴിഞ്ഞിട്ടാണ് പിന്നെ മൈക്ക് കൊണ്ടുവരുന്നത്. അല്ല, പാടി കഴിഞ്ഞിട്ടേ പുള്ളിക്കാരിയുടെ അടുത്ത പുള്ളിക്കാരി പാടുന്നതിന് ഒരു ഇത് തുടങ്ങി കഴിഞ്ഞിട്ടാണ് മൈക്ക് കൊണ്ടുവരുന്നത് അല്ലേ ചേട്ടാ? അടുത്ത് ചെറിയ മോളല്ലേ വിവേകണ്ണ.
പെട്ടെന്ന് കഷ്ടപ്പെട്ട് എന്തെങ്കിലും പറയണമെന്ന് വെച്ചപ്പോഴാണ് ബൈക്ക് അല്ല ഞങ്ങൾ മറന്നു പോകൂലേ അല്ലേ ചിലപ്പോഴൊക്കെ അല്ലേ വിവേകേട്ടൻ പറയുന്ന കേക്കണം അല്ലേ അതിൽ കാര്യമുണ്ട് അല്ലേ അതെ അതെ ഭയങ്കര കാര്യം. പുള്ളി പറയുന്ന എല്ലാ കാര്യത്തിലും ഇനി ഞങ്ങൾ ശ്രദ്ധിച്ച് പാടിക്കോളാം അടുത്ത പ്രാവശ്യം നന്നായിട്ട് പാടുവോ? ഓക്കെ നന്നായിട്ടാണ് പാടിയത്. ഈ മൈക്ക് അടുപ്പിച്ച് വെച്ച് പാടുവോ? ഇനി അത് പാട്ട് കഴിയാതെ വായത് മാറ്റരുത്. പാടാം എന്ന് പറയാം. ആ അതൊക്കെ പോട്ടെ. ഇത് നിഷാദങ്ങളുമായിട്ട് എങ്ങനെ പരിചയം? ഒരു സ്റ്റേജിൽ നിഷാദങ്ങൾ പാടി കഴിഞ്ഞിട്ടാണ് ഞാൻ പാടിയത്. ആണോ? ഏത് സ്റ്റേജില്ല അത്? ഒരു സ്റ്റേജ് അല്ലേ ഒരുപാട് സ്റ്റേജിൽ പാടിയതാ. ഒരു സ്റ്റേജില് അന്ന് ഏത് പാട്ടാ പാടിയ? പൂന്തേനരുവി. നിഷാദങ്ങളിൽ അറിയാമോ അത് ഏത് സ്റ്റേജ്? തീർച്ചയായിട്ടും അത് എറണാകുളത്തൊരു സ്റ്റേജിൽ വെച്ചിട്ടാണ് ഞാൻ. അപ്പോൾ ആ സമയത്ത് പുറത്തേക്കൊന്ന് ഇറങ്ങിയ സമയമായിരുന്നു. അപ്പം പെട്ടെന്ന് ഒരു ചെറിയൊരു ശബ്ദത്തിൽ പൂന്തേനൊരു വലുതായിട്ട് കേട്ടപ്പോൾ ഇതാരും ഈ പാടുന്നത് വിചാരിച്ചു. ഓടി വന്ന് നോക്കുമ്പോൾ ഇത്തിരി പോകുന്ന ഒരാൾ ഇമ്മിണി വലിയൊരു ഫാനായി ഞാൻ. അപ്പോൾ ഉടനെ ഞാൻ പരിചയപ്പെട്ടു. ഗൗരിലക്ഷ്മിയെ പരിചയപ്പെട്ടു. ഗൗരിലക്ഷ്മിയുടെ പാരൻസിനെ പരിചയപ്പെട്ടു. എനിക്ക് അവരോടാണ് ഒരുപാട് സ്നേഹം തോന്നുന്നത്. കാരണം ഇത്രയും ചെറിയ പ്രായത്തിൽ അവൾക്ക് ഒരുപാട് വേദികൾ ഒരുക്കി കൊടുക്കുന്നുണ്ടല്ലോ അവർ. അതുണ്ട് വലിയൊരു കാര്യമാണ് ചെയ്യുന്നത്. അപ്പോൾ ആക്സിഡൻ്റലി ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം വന്നപ്പോഴേക്ക് ഇങ്ങനെ ഡ്യുവറ്റ് റൗണ്ട് വന്നപ്പോൾ അവരെന്നെ വിളിക്കുകയും എനിക്ക് വളരെ സന്തോഷം തോന്നി മോളോടൊപ്പം. അന്ന് എനിക്ക് സ്റ്റേജിൽ പാടാൻ പറ്റിയില്ല. അപ്പം ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ഈ കുട്ടിയുടെ കൂടെ ഒരു പാട്ട് പാടായിരുന്നു. നല്ല രസമായിട്ട് അന്ന് പാടി. അത് മാത്രമല്ല മോള് സെലക്ട് ചെയ്ത് പാടുന്ന സോങ്സ് ഒക്കെ അങ്ങനെയുള്ള സോങ്സാണ് പാടുന്നത്. അത് കേൾക്കാൻ നല്ല രസമുണ്ട്. അതെ, അത് ശരിക്കും പറഞ്ഞാൽ ലെജൻസ് ആയിട്ടുള്ള മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ വളരെ കോറായിട്ടുള്ള കോമ്പോസിഷൻസാണ് അവൾ എടുത്ത് പാടുന്നത്. അത് തന്നെ പാട്ടിൻ്റെ അവളുടെ ഉള്ളിലെ സംഗീതത്തിൻ്റെ മഹത്വമാണ് കാണിക്കുന്നത്. തീർച്ചയായിട്ടും. അതുപോലെ എനിക്കിപ്പോൾ ഫീൽ ചെയ്ത സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടൻ്റെ വോയിസും പുള്ളിക്കാരുടെ വോയിസും നമുക്ക് സാധാരണ ഒരു മെയിൽ വോയിസ് കേൾക്കുമ്പോഴും പിന്നെ ഇത്ര കൊച്ചു കുട്ടിയുടെ ഒരു വോയിസ് കേൾക്കുമ്പോഴും നമുക്ക് ഭയങ്കര ഡിഫറൻസ് ഫീൽ ചെയ്യും. ഇത് നമുക്ക് അങ്ങനെ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്തില്ല. ചേട്ടൻ അതുപോലെ ഭയങ്കര ലൈറ്റായിട്ട് വളരെ മോളുടെ ആ ഒരു സൗണ്ടിനനുസരിച്ച് ഭയങ്കര ലൈറ്റായിട്ട് ക്വയറ്റായിട്ട് പാടി പോലത്തെ ഒരു ഫീൽ ആയിരുന്നു. നമുക്ക് ആ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്തില്ല. നമുക്ക് ഇപ്പം നല്ലൊരു കയ്യടി കൊടുക്കാവോ? അതല്ലേ നല്ല വളരെ നന്നായിരുന്നു. നല്ല പാട്ടായിരുന്നു. നന്നായിട്ട് പാടി. താങ്ക് യു. അപ്പോൾ ഞാൻ അടുത്ത എപ്പിസോഡ് ഇതുപോലുള്ള ഭയങ്കര ഭംഗിയായിട്ടുള്ള വളരെ ഭംഗിയായിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ട് നല്ല വളരെ ഭംഗിയായിട്ടുള്ള ഒരു പാട്ടുമായിട്ട് വരട്ടെ എന്ന്. എന്താണ് വിവേകേട്ടൻ നിർത്തുന്നില്ല. കഷ്ടപ്പെടും. പാട്ടിലൊക്കെ ലയിച്ചു. ഓക്കെ, ഇനി ബാക്കി പറയട്ടെ. പറഞ്ഞോളൂ പ്ലീസ്. അമ്മു ഇനി എന്താ പറയാൻ ബാക്കി? ഞങ്ങൾക്ക് ഒന്നുമില്ല, ഇതന്നെ കട്ടൻ പേസ്റ്റ് ചെയ്താൽ മതി. അത്രയും നന്നായിട്ട് പാടി ഗൗരിക്കുട്ടി. എല്ലാ പ്രാവശ്യം വരുമ്പോഴും ഞങ്ങൾ ഞെട്ടിക്കും. അപ്പോൾ ഷുവറായിട്ട് എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടാവും, ഡ്രസ്സിലായാലും പാട്ടിലായാലും. ഇപ്രാവശ്യത്തെ ഡുവറ്റ് റൗണ്ട് ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. സർ ഒരുപാട് സപ്പോർട്ട് ചെയ്തു ഗൗരിക്കുട്ടീനെ. താങ്ക് യു സോ മച്ച് ഒരിക്കൽ കൂടി. നല്ല രസം, നല്ല ക്യൂട്ടായിരുന്നു നിങ്ങളുടെ പെർഫോമൻസ് കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. കീപ് ഇറ്റ് അപ്പ്. സൗഭാഗ്യ ചേച്ചി ഒന്നും പറയാനില്ല. നല്ലൊരു ക്യൂട്ട് പെർഫോമൻസ് ആയിരുന്നു രണ്ടുപേരുടെയും. നിങ്ങൾ തമ്മിൽ നല്ല ഒരു എന്താ പറയുക, ഒരു കണക്ഷൻ എന്ന് പറഞ്ഞാൽ അത്ര കെയറിങ് ആയിട്ടൊരു ഫീൽ ഉണ്ടായിരുന്നു പാടുമ്പോൾ. ഓരോ പ്രാവശ്യം ഇങ്ങനെ നോക്കി മോളെ കംഫർട്ടബിൾ ആക്കി അവിടെ നിർത്തി. അതിൻ്റെ ഒരു വലിയ പങ്ക് സാറിനുണ്ട്. അത് ഒരു അത്രയും കോൺട്രിബ്യൂട്ട് ചെയ്താൽ കൂടെയുള്ള ആൾക്ക് ഇത്രയും അനായാസമായിട്ട് പാടാൻ കഴിയുള്ളൂ. സോ ആ ഒരു പാർട്ടിന് ആദ്യം താങ്ക് യു പറയട്ടെ, മോളെ ഇത്രയും കംഫർട്ടബിൾ ആക്കി കൊണ്ടുവന്നതിന്. ആൻഡ് രണ്ടുപേരുടെയും കൂടെ വോയിസ് വിവേക് ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ കേൾക്കാൻ നല്ല ഒരു രസമുണ്ടായിരുന്നു. ആൻഡ് ഇത് കുറച്ചൊരു ഫോക്ക് ടച്ചുള്ള സോങ് ആയതുകൊണ്ട് കൂടി ഈ ഒരു കുട്ടി വോയിസ് വന്നപ്പോൾ കുറച്ചും കൂടെ ക്യൂട്ടായിട്ട് തോന്നി. ഓവറോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. കീപ് ഇറ്റ് അപ്പ്. അതുപോലെ തന്നെ ഇവിടെ ഇരുന്ന് നോക്കുമ്പോൾ ഒരു സംഭവം, ചേട്ടൻ സാധാരണ ചേട്ടൻ്റെ കൂടെ പാടുന്ന ആൾക്കാരെയൊക്കെ ചേട്ടൻ ഇങ്ങനെ നോക്കിയായിരിക്കുമല്ലോ പാടുന്നത്. ഇത് ചേട്ടൻ ഇങ്ങനെ നോക്കിയാ അത് ഞാൻ പറയാതിരുന്നതാ. എനിക്ക് ഒരു കൂടെ പാടുന്ന ആളെ ഇങ്ങനെ നോക്കി ശീലമാണല്ലോ. ഇങ്ങനെ നോക്കിയിട്ട് എനിക്ക് മോളാണെങ്കിൽ വളരെ ലയിച്ച് പാടുകയും ചെയ്യാം. എനിക്ക് ഇവിടെ ഹെയർ ബാൻഡ് മാത്രമാണ് കാണുന്നത്. നിഷാദിനൊപ്പം ഇങ്ങനെ ഒരു പാട്ട് പാടാൻ പറ്റിയത് ഒരു അപൂർവ ഭാഗ്യമായിട്ട് കരുതുകയാണ്. നിഷാദിനെ അറിയാത്ത കുറേ ബന്ധങ്ങൾ ഞങ്ങൾക്ക് നിഷാദുമായിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കോഴിക്കോടുകാരാണ്. അത് ശരി. ഇപ്പൊ എറണാകുളത്താണ് ഞങ്ങളും താമസിക്കുന്നത്. എറണാകുളത്താണെന്ന് എനിക്കറിയാം. പിന്നെ എൻ്റെ
അച്ഛൻ ദേവഗിരി കോളേജിൽ ആണ് പഠിച്ചത്, നിഷാദും അവിടെയാണ് പഠിച്ചതെന്ന് അതെ. കേട്ടു. അപ്പോൾ അവിടെ ഒരു അലൂമിനി എന്തോ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ അന്ന് പരിചയപ്പെടാൻ പറ്റിയില്ല. അത് ശരി. ഒരു അന്വേഷണം പറയാൻ പറഞ്ഞു. അപ്പൊ എന്തായാലും അച്ഛനോടൊരു അന്വേഷണം പറയാം. തീർച്ചയായിട്ടും. പിന്നെ ഈ സോങ് ഞങ്ങൾ മോളുടെ അച്ഛൻ്റെ അച്ഛനുണ്ട്, ടി കെ ഉണ്ണികൃഷ്ണൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിന് ഡെഡിക്കേറ്റ് ചെയ്യാണ്. കാരണം അദ്ദേഹം ഉച്ചയ്ക്കൊക്കെ വന്ന് ഈ പാട്ട് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുമ്പോൾ മോള് അറിയാതെ പഠിച്ചു പോയൊരു പാട്ടാണിത്. അത് പർപ്പസ്ഫുള്ളി പഠിപ്പിച്ചൊരു സോങ് അല്ല. അപ്പോൾ ഈ സോങ് ഞങ്ങൾ അദ്ദേഹത്തിന് ഡെഡിക്കേറ്റ് ചെയ്യണം. അവളുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഒരു പാട്ട് പോലെ മനോഹരമായിട്ട് പാടുകയും ചെയ്തു അവള്. താങ്ക് യു. താങ്ക് യു സോ മച്ച്. അതുപോലെ ചേട്ടൻ എനിക്കൊരു ചെറിയ ആഗ്രഹമുണ്ട്, ചേട്ടൻ്റെ ഏതെങ്കിലും ഒരു പാട്ട് ചേട്ടൻ ഒന്ന് പാടി കേട്ടാൽ കൊള്ളാം. ഞങ്ങളുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും സാറിന് വന്നതിന്. അപ്പോൾ ഗൗരിലക്ഷ്മി ഹാപ്പി അല്ലേ? അടുത്ത പെർഫോമൻസ് അടിപൊളിയാക്കും. ഓക്കെ, എനിവേ താങ്ക് യു.